മുഖ്യമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് RYFന്റെ നേതൃത്വത്തിൽ നടന്ന സെക്രട്ടേറിയറ്റ് മാർച്ചിൽ സംഘർഷം, ജലപീരങ്കി ഉപയോഗിച്ചു. പ്രവർത്തകർ ബാരിക്കേഡുകൾ മറികടക്കാൻ ശ്രമിച്ചതിനെ തുടർന്ന് പോലീസ് ജലപീരങ്കി ഉപയോഗിക്കുകയായിരുന്നു. മാർച്ച് RSP ജനറൽ സെക്രട്ടറി ഷിബു ബേബി ജോൺ ഉദ്ഘാടനം ചെയ്തു. പൊതുസമൂഹത്തിന്റെ മുമ്പിലേക്ക് നീട്ടുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. അത് പറയുന്നത് നമ്മളെല്ലാം ലജ്ജിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചാണ്. ഒരു അധോലോകം കേരളത്തിൽ അതിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ പൊളിറ്റിക്കൽ സെക്രട്ടറി നേതൃത്വം കൊടുക്കുന്നു. പോലീസ് ഉദ്യോഗസ്ഥർ ആ അധോലോകത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്നു. സാധാരണഗതിയിൽ PV ബെന്നറിനെ പോലൊരാള് എന്തെങ്കിലും പറഞ്ഞാൽ ഞാനടക്കം ആരും ഗൗരവത്തിലെടുക്കാറില്ല. കാരണം വായി തോന്നുന്ന എല്ലാം വിളിച്ചു പറയുന്ന ഒരാളായിട്ട് മാത്രമേ അൻവറിനെ ഈ കാലയളവിൽ നമ്മൾ കണ്ടിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത്തവണയും അങ്ങനെ ചില പരാമർശങ്ങൾ നടത്തിയപ്പോൾ ആദ്യം ഗൗരവമായി അത് കണ്ടില്ലെങ്കിലും അതിനുശേഷം മുഖ്യമന്ത്രിയുടെ ഓഫീസും സ്വീകരിക്കുന്ന നിലപാട് കാണുമ്പോൾ സാധാരണ പതിവിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വിടുവായിത്തരമല്ല PV അൻവർ പറയുന്നത്. PV അൻവർ പറയുന്ന കാര്യങ്ങളിൽ എന്തോ മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ കൂടുള്ളവർക്കും ഭയക്കാനുണ്ട്, മറയ്ക്കാനുണ്ട് എന്നുള്ളത് ബോധ്യപ്പെടുന്നതാണ്. കാരണം ഇന്നിപ്പോൾ ഏകദേശം 10 ദിവസമായി ആക്ഷേപങ്ങൾ പൊതുസമൂഹത്തിന് മുമ്പിൽ വന്നിട്ട് ഞാൻ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. പക്ഷേ എന്താണ് മുഖ്യമന്ത്രി ഒരു വാക്കിനെ ഉച്ചരിക്കാം? ഇതിന്റെ കാര്യത്തിൽ വളരെ വ്യക്തമല്ലേ? ഒന്നെങ്കിൽ അൻവർ പറയുന്നത് തെറ്റ്, അല്ലെങ്കിൽ അൻവർ പറയുന്നത് ശരി. ഇത് രണ്ടുമെല്ലാം ഉണ്ട്. അങ്ങനെ അൻവർ പറയുന്നതിൽ സത്യമുണ്ടെങ്കിൽ ഈ മുഖ്യമന്ത്രി എന്ന് പറയുന്ന ഈ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന വ്യക്തിക്ക് ഒരു നിമിഷം ആ കസേരയിൽ തുടരാൻ അവകാശമുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അല്ല അങ്ങനെ എന്തിനാ പറഞ്ഞു? അതെല്ലാം